ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ ഉപമന്ത്രി യു പ്രതിഭ യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണംകെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം. പ്ലീസ് ഇവർക്ക് നിയമസഭാ നടപടിക്രമങ്ങൾക്കിടയിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു UDFന്റെ അംഗങ്ങൾ. സഭ ഇപ്പോഴും അതിന്റെ പഴയ നിലയിലേക്ക് തിരികെ വന്നിട്ടില്ല. വിജിൻ വായന്തോട് തുടരുന്നു. വിജിൻ, ഈ സർക്കാരിന്റെ അവസാനകാല സമ്മേളനത്തെ ഒരു സമരവേദികയാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുകയാണോ UDF? തീർച്ചയായും. അതായത് ഈ സമ്മേളനം സ്വാഭാവികമായും പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെയാണ് കഴിഞ്ഞ 2 നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് ഉയർത്തിയത്. അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഈ സഭാ സമ്മേളനത്തിലും വലിയ പ്രതിഷേധം ഇപ്പോഴും പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അസാധാരണമായ നീക്കങ്ങൾ തന്നെയാണ് നിയമസഭയിൽ നടന്നത്. പ്രതിപക്ഷം നേരത്തെ തന്നെ തങ്ങൾ സഭയ്ക്കകത്തും പ്രതിഷേധം തുടരുകയാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് വലിയ മുദ്രാവാക്യം വിളികളും ഒപ്പം തന്നെ പ്ലക്കാർഡും ബാനറും ഒക്കെ ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അതിനിടയിലാണ് ഈ ചോദ്യോത്തരവേള തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡയസിലേക്ക് അൻവർ സാദത്ത് ചാടിക്കയറിയത്. അവരെ അൻവർ സാദത്തിനെ അപ്പോൾ തന്നെ വാച്ചൻപാടുമാർ പിടിച്ചുമാറ്റിയെങ്കിലും സഭയിൽ നിന്ന് സ്പീക്കർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും തുടർന്ന് വീണ്ടും സഭ ചേർന്ന ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം പിന്നീട് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. മാറ്റിക്കൊഴുനാടൻ ഒപ്പം തന്നെ അൻവർ സാദത്ത് എന്നിവർ വീണ്ടും സഭയുടെ സ്പീക്കറുടെ ഡയസിന് അകത്തേക്ക് ചാടിക്കയറി അവരെയും വാച്ചന്മാർമാർ പിടിച്ചു മാറ്റി. പിന്നീടാണ് സ്പീക്കർ ഏതെങ്കിലും തരത്തിൽ സഭ നിർത്തിവെക്കുകയാണോ എന്ന് പോലും അറിയിക്കാതെ തിരികെ ഇറങ്ങിപ്പോയത്. വാച്ചന്മാർമാരാണ് സ്പീക്കറെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും ഇപ്പോൾ സഭ ആരംഭിച്ചിട്ടില്ല. സഭ ഇപ്പോഴും നിർത്തിവെച്ച നിലയിൽ തന്നെയാണ്. 2 ദിവസം സഭ സ്മൂത്തായി പോയിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചോദ്യോത്തരവേള ഒക്കെ തടസ്സപ്പെടാതെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് 2 ദിവസവും പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ ഇന്ന് അതിന് വിരുദ്ധമായി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നിലവിലുണ്ടായത്. വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ന് എന്തായാലും പ്രതിപക്ഷം നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ പ്രതിഷേധം അത് സ്പീക്കറുടെ ഡയസിലേക്ക് കൂടി ചാടിക്കയറിയുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിയമസഭാ അംഗങ്ങൾക്കെതിരെ നടപടിയാണ് സാധാരണഗതിയിൽ സ്വീകരിക്കാറ്. അത്തരം നീക്കങ്ങൾ ഇനി സ്പീക്കറുടെ ഭാഗത്തുണ്ടാകുമോ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാധാരണഗതിയിൽ പാർലമെന്ററി കാര്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്യുക. സഭയ്ക്ക് യോജിക്കാത്ത പ്രവൃത്തി ഒപ്പം തന്നെ സ്പീക്കറെ ആക്രമിക്കാൻ വന്നത് ചൂണ്ടിക്കാട്ടിയായിരിക്കും അത്തരം പ്രമേയം അവതരിപ്പിക്കുക. അങ്ങനെയുള്ള നടപടികളിലേക്ക് ഇനി സ്പീക്കറും ഭരണപക്ഷവും കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്മേളനം എന്നുള്ള നിലയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് ആയുധം കൂടിയാക്കി മാറ്റാൻ പ്രതിപക്ഷം എന്തായാലും ശ്രമിക്കുന്നു. പല വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം CPM ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന നിലയിൽ അടിയന്തര പ്രമേയം പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി CPM പ്രതിരോധത്തിലാക്കാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. പക്ഷേ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയോ അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുകയോ ഒന്നും ചെയ്യാതെ അത് തടയുകയായിരുന്നു ഭരണപക്ഷം ചെയ്തത്. അതിനിടയിലാണ് ഇന്ന് സഭ ചേർന്നപ്പോൾ സഭയുടെ ചോദ്യോത്തരവേള ആരംഭിച്ച ഘട്ടം മുതൽ തന്നെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. നിഷാദ്.
നിയമസഭാ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധവുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ SITയിൽ സർക്കാർ ഇടപെടുന്നുവെന്നും അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ സമര പരിപാടി എന്നത് കാണുക. അവർ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ജനാധിപത്യത്തെയും ജനങ്ങളെയും വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷമെന്നാണ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി NB രാജേഷ് നിയമസഭയിൽ ഇതിനോട് പ്രതികരിച്ചത്. CV ശിവൻകുട്ടിയും P രാജീവ് അടക്കമുള്ള മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് UDFന്റെ പ്രതിഷേധത്തെ തള്ളിപ്പറയുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോഴും UDFന്റെ MLAമാർ തയ്യാറായിട്ടില്ല. അവിടെ നിന്നുള്ള അല്പസമയം മുമ്പത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സഭാ ടെലിവിഷൻ വഴി കാണുന്നത്. നടപടി ശരിയായില്ല. കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാർ. എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ് സാർ. സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ് സാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത് സാർ. അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു സാർ. ബിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി തുടർന്ന്. ബിജിൻ, സഭാ നടപടികളുമായി തുടർന്ന് സഹകരിക്കേണ്ടതേയില്ല എന്ന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണോ VD സതീശൻ? അങ്ങനെയാണെങ്കിൽ ഈ സഭയെ പഴയ ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് സ്പീക്കറെ സംബന്ധിച്ച് പോസിബിൾ ആയിരിക്കില്ല. നിഷാദ്, സഭ എന്തായാലും ഇപ്പോഴും പുനരാരംഭിച്ചിട്ടില്ല. ഇപ്പോഴും നിർത്തിവെച്ച നിലയിൽ തന്നെയാണ്. സഭാ നടപടികൾ ഇന്ന് പൂർണ്ണമായും സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും സ്പീക്കർ ആണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പ്രതിപക്ഷം സ്വാഭാവികമായും വീണ്ടും സഭ ആരംഭിച്ചാലും വലിയ പ്രതിഷേധമുയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സഭ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സംസാരിച്ചത്. അതേ നടപടി തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്. അത് കുറച്ചുകൂടി കടുപ്പിക്കുന്ന നിലയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ആദ്യഘട്ടത്തിൽ അൻവർ സാദത്ത് മാത്രമാണ് ഡയസിലേക്ക് കയറിയതെങ്കിൽ പിന്നീട് അത്തരം നടപടികൾ തെറ്റാണ് എന്ന് സ്പീക്കർ പറഞ്ഞിട്ട് കൂടി പിന്നീട് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും തന്നെ വീണ്ടും ഡയസിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും സഭ ആരംഭിച്ചാലും അതേ പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷം തുടരുക എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണക്കൊള്ള ഉയർത്തി ആ സ്വർണ്ണക്കൊള്ള തുടർച്ചയായി ഉയർത്തി അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടം മുതൽ ഉണ്ടായത്. അത് ഇന്ന് കുറച്ചുകൂടി കടുത്ത നിലയിലേക്ക് മാറി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സ്വർണ്ണക്കൊള്ള തന്നെ ഉയർത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനം പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള ഈ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് പുറത്തും ഒപ്പം തന്നെ സഭാ കവാടത്തിന് മുന്നിലുമാണ് പ്രതിഷേധം നേരത്തെ നടത്തിയിരുന്നെങ്കിൽ പക്ഷേ അത് സഭയ്ക്കകത്ത് കൂടി വ്യാപിപ്പിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും സഭ ഇപ്പോൾ തുടർച്ചയായി 2ാം തവണയും നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നിർത്തിവെച്ചോ എന്നോ പിരിയുന്നു എന്നോ ഒന്നും സൂചിപ്പിക്കാതെയാണ് നിലവിൽ എന്തായാലും സ്പീക്കർ സഭാ നടപടികളിൽ നിന്ന് മാറിപ്പോയത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ 2ാം തവണയും സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോഴും സഭാ നടപടികൾ നിർത്തിവെച്ച നിലയിൽ തന്നെ തുടരുകയാണ്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടും അത് തള്ളുകയായിരുന്നു സ്പീക്കർ ചെയ്തത്. അവതരണത്തിന് പോലും അനുമതി നൽകാതെ നിഷേധിച്ചതിനെതിരായ പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ ഉയർത്താൻ എന്തായാലും പ്രതിപക്ഷം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയം ഇന്ന് നോട്ടീസായി നൽകേണ്ടതില്ല, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം പോയത്. UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ആ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. അതിനുശേഷമാണ് ചോദ്യോത്തര വേള മുതൽ തന്നെയുള്ള പ്രതിഷേധം പ്രതിപക്ഷം ആരംഭിച്ചത്. സാധാരണഗതിയിൽ ശൂന്യവേളയിലാണ് പ്രതിഷേധം ഉണ്ടാകാറ്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും അത് തള്ളുകയും ചെയ്ത ഘട്ടത്തിൽ പ്രതിഷേധിക്കുകയും അതിനുശേഷം വാക്കൌട്ട് നടത്തുകയോ ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ പതിവ്. പക്ഷേ ഇന്ന് ചോദ്യോത്തര വേള മുതൽ തന്നെ 9:41 കൂടിയാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കണ്ടതുപോലെ ബാനറും ഒപ്പം തന്നെ പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. അത് പക്ഷേ ഒരു പടി കൂടി കടന്നാണ് സ്പീക്കർ ഡയസിലേക്ക് കടന്നു ചെന്നുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറിയത്.